ഗുഡ് മോർണിംഗ്. അപ്പോൾ എൻ്റെ ഡേ 5 ഹോസ്പിറ്റൽ ലൈഫ്. ഇന്ന് ഡിസ്ചാർജ് ഉണ്ടാവുന്ന പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത്. ഇന്ന് നേരത്തെ എന്നെ കുളിച്ചിട്ട് നേരത്തെ കുളിക്കാറുണ്ട്, എന്നാലും ഇന്ന് കുറച്ചും കൂടി നേരത്തെ കുളിച്ചിട്ട് ഡോക്ടർ ഇങ്ങനെ വന്നാലോ, നേരത്തെ ഡിസ്ചാർജിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞാലോ വിചാരിച്ചിട്ട്. എൻ്റെ ചേട്ടൻ നല്ല വീട്ടിൽ പോയിട്ടാണ്, കാരണം ഉണ്ണിക്ക് മൂത്താൾക്ക് തീരെ വയ്യ. അപ്പോൾ ചേച്ചിയുടെ വീട്ടിൽ നിന്ന് വിളിച്ചിട്ടാണ് ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട് ചേട്ടൻ ഇങ്ങനെ വീട്ടിൽ പോയിട്ടാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഇവിടുന്ന് രാവിലെ ഫുഡ് വരുന്നു പറഞ്ഞില്ലേ, അപ്പോൾ അവിടുന്ന് ഫുഡ് വാങ്ങിയിട്ടാണ്. പുട്ടും ചെറുപയർ കറിയായിരുന്നു കേട്ടോ. ചെറുപയർ തീരെ ഇഷ്ടമില്ല എനിക്ക്, പക്ഷേ ഗതികേടുകൊണ്ട് ഞാൻ പുട്ടും ചെറുപയർ കറിയും കൂട്ടിയിട്ടാണ്. ചെറുപയർ കറി കുഴപ്പമുണ്ടാകുന്നില്ല, പക്ഷെ ഭയങ്കര കൊഴുപ്പ് പോലെയായിരുന്നു കേട്ടോ. അതാണ് എൻ്റെ എക്സ്പ്രഷൻ, ഇങ്ങനെ കൊഴുപ്പത്താളി പോലെ. എനിക്ക് അങ്ങനത്തെ സാധനം ഇഷ്ടമില്ല. എന്നാലും എനിക്ക് ഡെലിവറി കഴിഞ്ഞപ്പോൾ മുതൽ ഭയങ്കര വിശപ്പാട്ടോ. ഡെലിവറിക്ക് പ്രസവിക്കാൻ വേണ്ടി ലേബർ റൂമിൽ കയറുന്ന കുറേ കഴിഞ്ഞപ്പോൾ എനിക്ക് വിശപ്പ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ പിന്നെ ഇടയ്ക്കിടയ്ക്ക് വിശപ്പാണ്. അപ്പോൾ രാത്രി ഒന്നുറങ്ങിയിട്ടൊക്കെ വിശന്നിട്ട് എന്തെങ്കിലുമൊക്കെ എടുത്ത് കഴിക്കേണ്ട അവസ്ഥയുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നം വേണ്ട. അപ്പോൾ അങ്ങനെ കടിച്ച് പിടിച്ച് അങ്ങോട്ട് തിന്നു കേട്ടോ. അപ്പോൾ ചേട്ടനില്ലാത്ത കാരണം ഫുഡ് വാങ്ങാൻ വെച്ച് കഴിഞ്ഞാൽ എളുപ്പമല്ല, പോകാൻ വെച്ചാൽ പിന്നെ മഴയല്ലേ. അപ്പോൾ അങ്ങനെ എന്തായാലും ചെറുപയർ കറിയും ഇതൊക്കെ കൂട്ടി തിന്നു കേട്ടോ. അപ്പോൾ അമ്മ ചായ വാങ്ങാൻ പോയപ്പോൾ ഉഴുന്നുവടിയും പിന്നെ ഒരു പത്തിരി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കഴിച്ചു. പിന്നെ ഒരു ലോഡ് മരുന്ന് കഴിക്കണമല്ലോ. ഇപ്പം മരുന്ന് ഇത്രേ ഉള്ളൂ, ഇത് കഴിഞ്ഞിട്ടാണ് ശരിക്കുള്ള മരുന്ന് വരുന്നത് കേട്ടോ. ഏതൊരു പറയണു ഉണ്ണി, എന്താ പറയണ? എടുക്കാനാ? ചേട്ടനോട് എടുക്കാനാ പറയണ? അയ്യോ, അപ്പം അങ്ങനെ നമ്മൾ ഡിസ്ചാർജ് ആവുകയാണ് കേട്ടോ. അപ്പോൾ അതിന് മുമ്പേ ഞാൻ കാണിച്ചു തന്ന ഡോക്ടറല്ല എൻ്റെ ഡെലിവറി എടുത്തിരുന്നത്, ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ ആ ഡോക്ടർ ഞാൻ കാണിച്ചു തന്ന ഡോക്ടറെ വിളിപ്പിച്ചു, പരിശോധിക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത് പോയി, ഒക്കെ കഴിഞ്ഞു, ഓക്കെയാണ്. പിന്നെ ഉണ്ണിക്ക് മഞ്ഞ കളറിൻ്റെ പ്രശ്നമൊന്നുമില്ല. അപ്പം അങ്ങനെ ഫൈനലി ഡിസ്ചാർജ് ആയിരിക്കുന്നു കേട്ടോ. പകുതി സമാധാനം, തിരിച്ച് വീട്ടിലെത്തി കിട്ടിയാൽ മതി എന്ന് വിചാരിച്ചിട്ടിരിക്കണം കേട്ടോ. എന്താ ആക്കി കൊടുക്കല്ലേ? പാപ്പു വേണോ? പാപ്പു അച്ചാച്ചൻ വെച്ചിട്ടുണ്ടാവും അവിടെ. ആ അമ്മ സിമ്പിളായിട്ട് കയറിപ്പോയി. ഇത് ഇങ്ങനെയൊന്നല്ലടാ. ഇടയ്ക്കരുത് അടക്ക് ദദ്ദര സെയിം പിടിക്കരുത്. ആ മരുന്നെടുത്തോ? മൊത്ത സന്തതി ചൊറിയൻ ചേമ്പ്. അപ്പം ഞങ്ങൾ വന്നതിൻ്റെ സന്തോഷമാണ് കേട്ടോ. ഞങ്ങളുടെ വീട്ടിലെ ഒരു പട്ടി ഒരു നായയാണ് ഞങ്ങളുടെ വീട്ടിലുള്ളത്. രണ്ടുപേരും സന്തോഷപ്രകടനത്തിൻ്റെ സൗണ്ടുകളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അത് അമ്മേനെ കണ്ടതിന് സന്തോഷമാണ് കേട്ടോ. അമ്മയിലെ ഭക്ഷണം കൊടുക്കുന്നത്. അപ്പോൾ കുറേ ദിവസമായില്ല അമ്മേനെ കണ്ടിട്ട്. അപ്പോൾ അതിൻ്റെ സന്തോഷമാണ് ഓടിയിട്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് കൊണ്ടുപോയ ഭാണ്ഡക്കെട്ടുകളൊക്കെ ഇറക്കേണ്ട ലോഡ് സാധനങ്ങളുണ്ട്, അതൊക്കെ ഇറക്കണം. കൊണ്ടുപോയ പോലെ തന്നെ കൊണ്ടുവരുമ്പോഴും ഇരട്ടിപ്പണി തന്നെയാണ് കേട്ടോ. പിന്നെ കുറച്ച് വേസ്റ്റ് കവറുകളൊക്കെ കൂടിയെന്ന് മാത്രം. പിന്നെ വന്ന പാട് ഞാൻ എന്തായാലും വെയിറ്റ് നോക്കിയിട്ടാണ്. ഞാൻ പോണ വെയിറ്റ് ഞാൻ എടുത്തിട്ടായിരുന്നു, ആ വ്ളോഗിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ തിരിച്ച് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി വന്നതിൻ്റെ അന്നത്തെ വെയിറ്റ് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ കുളിച്ച് ഫ്രഷായി ഇനി നമുക്ക് മരുന്നുകൾ കഴിക്കാം. ഇതാണ് എൻ്റെ മരുന്ന്. ഡിസ്ചാർജ് ചെയ്തതിൻ്റെ ശേഷം എനിക്കുള്ള മരുന്നുകളാണ് കേട്ടോ അതൊക്കെ. എൻ്റെ ദൈവമേ, ഇതൊക്കെ ഞാൻ എപ്പോൾ കഴിച്ച് തീർക്കാനാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഒരു ലോഡ് മരുന്ന് ഞാനുമായിട്ട് ഇന്നത്തെ എൻ്റെ വ്ളോഗ് ഇവിടെ അവസാനിക്കുന്നു. ബാക്കി വിശേഷങ്ങൾ പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.